ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പട്ടാവടയുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ഇതിന് നല്ല ഡിസൈനർ ബാക്കൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ട നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. അപ്പം ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ ഇനി ഇതുപോലത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ എടുക്കത്തുള്ളൂ. കാരണം ഇത് ഭയങ്കര പാടാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം. എല്ലാവരും കമൻറ്റൊക്കെ ഇടണേ. അപ്പോൾ ആദ്യം തന്നെ മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. എനിക്കാണെങ്കിൽ കുറച്ച് കമൻറ്റ് വന്നായിരുന്നു, കുറച്ചും കൂടെ തയ്യലൊന്നും അറിയാത്തവർക്ക് പറ്റിയത് വീഡിയോസ് ചെയ്യണമെന്ന്. ഇത് പക്ഷേ ഞാൻ ഈ മെസ്സേജ് കാണുന്നതിന് മുമ്പ് എടുത്ത വീഡിയോയാണ്. അപ്പോൾ എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആദ്യം ഈ കൈക്കുഴി എടുത്തുനിന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുമല്ലോ, മൊത്തത്തിൽ നെഞ്ച് ഭാഗത്ത് അളവ് എടുക്കുന്നത്, അതാണ് ചെസ്റ്റ് മെഷർമെൻറ്റ്. എന്നിട്ട് ഈ കൈയുടെ തോളിൻ്റെ എടുത്തുനിന്ന് മറ്റേ തോളിൻ്റെ ഇടം വരെയുള്ളതാണ് ഷോൾഡർ അളവെന്ന് പറയുന്നത്. പിന്നെ വയറിൻ്റെ അടുത്താണ് വേസ്റ്റ് അളവെന്ന് പറയുന്നത്. പിന്നെ ഉടുപ്പിൻ്റെ ലെങ്ത് വരുന്നത് നമ്മുടെ കഴുത്തുണ്ടല്ലോ, ആ തോളിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എത്ര ലെങ്താണോ വേണ്ടത് അതാണ് ടോപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ പാവാട നമ്മൾ മെഷർ ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ പാവാട ഉടുക്കുന്നത് അവിടുന്ന് നമുക്ക് എത്ര അളവാണോ പാവാടയുടെ ലെങ്ത് വേണ്ടത് അതാണ് പാവാടയുടെ സ്കേർട്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1.5 വയസ്സിൻ്റെ അളവാണ് എടുക്കുന്നത്. ആ കൊച്ചിൻ്റെ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 22. ആ 22നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട, 4 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് 5.5 കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് ഷേപ്പൊക്കെ ഇച്ചിരി ടൈറ്റ് ആവുന്നെങ്കിൽ ലൂസാക്കി ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തയ്ക്കാൻ തന്ന പുള്ളി കുറച്ച് ലൂസൊക്കെ തന്നേക്കണേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 1.5 ഇഞ്ച് കൊടുത്തത്, അല്ലെങ്കിൽ 1 ഇഞ്ച് കൊടുത്താലും മതി. അതുപോലെ തന്നെ വേസ്റ്റും പല കുട്ടികൾക്കും പല അളവായിരിക്കും. ഇവിടെ 2 വേസ്റ്റും ചെസ്റ്റും ഒരളവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതും അതുപോലെ തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ ടോപ്പ് ലെങ്ത് വരുന്നത് 7.5യും ഷോൾഡർ വരുന്നത് 9. അപ്പം നമുക്കിവിടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ചെസ്റ്റ് കിട്ടിയത് ഒരു 7 ഇഞ്ചായിരുന്നു. അപ്പോൾ ഒരു തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കണം. ഇവിടെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ആ തുണി 2ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് ഒക്കെ 7 അല്ലേ വരുന്നത്, ആ 7 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇൻക്ലൂഡിങ് തയ്യൽ തുമ്പാണ്. ഇങ്ങനെ 7 ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അത് നമ്മുടെ ഉടുപ്പിൻ്റെ നമ്മുടെ ബോഡിയുടെ വണ്ണമാണ് ഇപ്പം മാർക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ മുകൾ വശം ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് എത്രയാണോ ഉടുപ്പിൻ്റെ ഇറക്കം വേണ്ടത്, എനിക്ക് 7.5 ആയിരുന്നു, അതിൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിട്ടിട്ട് 8.5 ആക്കിയിട്ടുണ്ട്. 8.5 ആക്കിയിട്ട് ഞാൻ അവിടെ നിന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്താണ് നമ്മളിനി ബോഡി പാർട്ടിനുള്ളതെല്ലാം കട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഷോൾഡർ കുഞ്ഞു കുട്ടിക്കായതുകൊണ്ട് ഒരു 4.5, 9 കിട്ടിയിട്ടുള്ളൂ. അന്നേരം അതിൻ്റെ പകുതി 4.5 അടയാളപ്പെടുത്തണം. ഇപ്പം നിങ്ങൾക്ക് 12 കിട്ടിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ പകുതി 6 അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ സെയിം മുകളിൽ ഷോൾഡർ എത്രയാണോ അടയാളപ്പെടുത്തുക അത് തന്നെ താഴോട്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ടുള്ളത് വരയ്ക്കണം. ഇവിടെ എനിക്ക് 4.5 ആയതുകൊണ്ട് ഞാൻ 4.5 വരച്ചിട്ട് ആ നമ്മുടെ ബോഡി പാർട്ടിന് എടുത്തിട്ടുള്ള വീതിയിലേക്ക് ജോയിൻ ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ പോലെ ആക്കിയിട്ട് ഒരു കർവ് ചെയ്ത് കൊടുക്കുക കൈക്കുഴി വെട്ടാനായിട്ട്. എന്നിട്ട് ഷോൾഡർ ഞാനിവിടെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് 2.25 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 5 വയസ്സിന് മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2.5 തൊട്ട് 3 കൂടാൻ പാടില്ല. എന്നിട്ട് 2.25 ഞാൻ സ്ക്വയർ നെക്കാണ് ഫ്രണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2.25 തന്നെ താഴെയും അടയാളപ്പെടുത്തിയിട്ട് കഴുത്തിൻ്റെ ഇറക്കം ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കഴുത്തിന് എത്രയാണോ ഇറക്കം അത് തന്നെ അടയാളപ്പെടുത്തണം കേട്ടോ. തയ്യൽ തുമ്പ് കൂട്ടിയും കുറച്ചൊന്നും ചെയ്യേണ്ട, കാരണം ഷോൾഡർ അടിക്കുമ്പോൾ അത് പൊയ്ക്കോളും. എന്നിട്ടിത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പറയുന്ന മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഇനിയും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ ബാക്കാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഫ്രണ്ട് പോർഷൻ എടുത്ത് മുകളിൽ വെക്കാൻ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തല്ലോ ഫ്രണ്ടിൻ്റെ ആ അളവിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വെച്ചിട്ട് അതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ പോയിൻറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. ആ 1/2 ഇഞ്ച് വിട്ട ഭാഗത്തൊരു വര കൊടുക്കുക നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഷോൾഡർ പോയിൻറ്റും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കഴുത്തളവെന്ന് പറയുമ്പം ഒരു 1.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ബാക്ക് നെക്ക് 1.5 ഇഞ്ച് കേട്ടോ. അതിൽ തോനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു 2.25 ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, അത്രയും അളവിൽ വരച്ചിട്ട് ഒരു ചതുരം പോലെ ആക്കി എടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഞാൻ യു ആണ് കൊടുക്കുന്നത്. ഇതിനകത്തൊരു പാറ്റേൺ വരുന്നുണ്ടല്ലോ, അതിനാദ്യം യു പോലെ വരയ്ക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു യു പോലൊരു ഷേപ്പ് കിട്ടും.
ഞാൻ ഈ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കഴുത്തടയാളം മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് ഒരു ഇഞ്ചിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒറ്റൊരു ഇഞ്ച് മതിയേ. അതിന് ഏതളവായാലും എത്ര വലിയ കുട്ടിയാലും 1 ഇഞ്ച് തന്നെ മതിയായിരിക്കും, കാരണം അവിടെ ഒരു കുഞ്ഞു ഹുക്ക് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് എനിക്ക് ഈ ബാക്കിലെ ഹോള് വരുന്നതുണ്ടല്ലോ, ഒരു 9 വീതി, ഒരു 9 വേണ്ടത്. നിങ്ങൾക്ക് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം. ഞാനിവിടെ ഒരു 4.5 അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് താഴേന്ന് 4.5 അടയാളപ്പെടുത്തിയിട്ട് ആ 4.5 ഒരു വര പോലെ പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഹോള് മതിയെങ്കിൽ ഒരു 3.5 എടുത്താൽ മതി. ഈ മാർജിനിൽ നിന്ന് ഒരു 3.5 മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ താഴേന്ന് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഒരു 3 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് അത് നേരെ ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ 1 ഇഞ്ചിൽ നിന്ന് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ഒരു മാർക്ക്, അതിലായിട്ടൊരു ചരിച്ചൊരു വര കൊടുക്കാം. നമുക്കൊരു ത്രികോണം പോലൊരു ഷേപ്പ് ആ ബാക്കിൽ ഓപ്പണായിട്ട് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മറ്റേ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ മറ്റേ പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കൊരു ത്രികോണം കിട്ടിയില്ലേ. എന്നിട്ട് നമ്മൾ 2 ബാക്ക് ഓപ്പണാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ തുണി നമ്മൾ നടുക്കൂടെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഈ നമ്മൾ വരച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇത് സിമ്പിളാട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് പറയണേ. ഇനി ഇച്ചിരി കൂടെ ക്ലിയർ ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിൽ 2 പോർഷൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തുള്ള ഫ്രണ്ടിൻ്റെ നെക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞത്, നേരത്തെ കട്ട് ചെയ്തില്ലായിരുന്നു. എല്ലാം നമുക്ക് നല്ല ക്ലോത്തിലോട്ട് ഇനി ഇതെല്ലാം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ക്ലോത്തിലോട്ട് നമുക്കിതെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശം ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വശമാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്ക് വശം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ വശത്തോട്ടല്ലേ ആ ഓപ്പണിങ് കൊടുക്കുന്നത്. അന്നേരം ഈ ഫ്രണ്ടും ബാക്കും ഓപ്പണിങ് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. അണ്ട ഇനി അടുത്ത വശം കട്ട് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഏതാ നമ്മളാ ലൈനിങ് കട്ട് ചെയ്തില്ലേ അത്. എങ്ങനെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഇതിനകത്ത് ആടൊന്നും ചെയ്യേണ്ട, എക്സ്ട്രാ ഈ സെയിം ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്യുക. എന്നിട്ട് 2 തുണി എടുത്തിട്ട് നടുക്കൂടെ മടക്കണം. ഇത് 2 തുണിയാണേ, ഒരു ക്ലോത്തല്ല. അതിനകത്ത് അത് 2 ക്ലോത്ത് നടുക്കൂടെ മടക്കുന്നു. നമ്മൾ കൈയളവാണ് ഇതിന്. ഞാനൊരു 2.5 ഇഞ്ച് എനിക്ക് ഒരു 2 ഇഞ്ചൊക്കെ മതി കൈ. അപ്പം ഞാനൊരു 1 ഇഞ്ച് അധികം ഇട്ടിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഈ തുണി മടക്കുമ്പോഴുണ്ടല്ലോ ആ മെഷർമെൻറ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അവിടുന്ന് ഇങ്ങനെ ഇങ്ങനൊരു ചരിച്ചൊരു അളവ് കൊടുക്കണം. നമുക്കൊരു കുഞ്ഞ് സ്ലീവാണ് വേണ്ടത് കേട്ടോ. സ്ലീവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത സ്ലീവില്ലേ, ആ സ്ലീവിൻ്റെ അളവിൽ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോത്തിലോട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കൈ. അങ്ങനെ ഞാനിവിടെ നല്ല നേരെ 2ആയിട്ട് മടക്കിയിട്ടാണ്, ലൈനിങ് 2ആയിട്ട് മടക്കിയിരിക്കുവാണ്, മെയിൻ ക്ലോത്ത് 2ആയിട്ട് മടക്കിയിരിക്കുക. അങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് വശം നല്ല തുണിയിൽ ലൈനിങ്ങിലും കട്ട് ചെയ്തായിരുന്നല്ലോ, നമുക്കത് ഫുള്ള് അറ്റത്തൂടൊന്ന് ഒരു വശം ഒഴിച്ച് ബാക്കി എല്ലാ അറ്റത്തൂടെ നമുക്കൊന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കാം. അത് ജസ്റ്റ് ഇപ്പം തയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ട ആം ഹോളിൻ്റെ അടുത്തൂടെ ഫുള്ള് വശവും അടിച്ചെടുക്കാം. ഈ ഷോൾഡർ അടിക്കുമ്പോൾ 1/2 ഇഞ്ച് തന്നെ അടിക്കണേ. ഞാനാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് പോലും അടിച്ചില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചെടുത്തപ്പോൾ അത് വിട്ടു വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അടിക്കുന്നത് പോലെ എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു വശം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു വശം വിടുന്നതെന്ന് വെച്ചാൽ ആ വശത്തോട്ട് നമുക്ക് ഡ്രസ്സ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു വശം തയ്യലടിച്ചില്ലായിരുന്നല്ലോ സൈഡിൽ, ആ സൈഡിൽ കൂടി നമുക്ക് തിരിച്ചെടുക്കാം. നമ്മളൊരു സ്കെയിലോ കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. ഞാനൊരു സ്കെയിൽ വെച്ചിട്ടാണ് തിരിച്ചെടുക്കുന്നത്. പയ്യെ എടുക്കണം. എൻ്റെ കൂട്ട് വെപ്രാളം പിടിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്തൊക്കെ അത്രയും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഞാനിങ്ങനെ എടുത്തപ്പം ആ തയ്യലിങ്ങ് വിട്ടുപോയതുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ലോക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ലോക്ക് ചെയ്യുന്നില്ലെങ്കിലാണ് ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അരികിൽ കൂടി ഒന്ന് നമുക്കൊന്ന് പതിപ്പിച്ചടിച്ചെടുക്കാം. ഞാൻ ദാണ്ട് അരികിൽ കൂടി ഒന്ന് പതിപ്പിച്ചടിച്ചെടുത്തപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് വശവും ഇതുപോലെ ഒരുപോലെ ചേർത്തിട്ട് ഒരു വശം വിട്ടിട്ട് ബാക്കി എല്ലാം ആ വശം അടിക്കണ്ട, ആ സൈഡ് വശം നമ്മൾ ഷേപ്പ് അടിക്കുന്ന വശം ഉണ്ടല്ലോ ആ വശത്ത് മാത്രം തയ്യലടിക്കാതെ ബാക്കി മൊത്തത്തിൽ തയ്ച്ചെടുക്കാം. കണ്ടോ, ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സസ് ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഈ തയ്യൽ വീഴാതിടണം. ഇതെന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വളവും തിരിവൊന്നുമില്ല, നല്ല കർവൊക്കെ അടിപൊളിയായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട് വശം തിരിച്ചിടുമ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ നോച്ചുകൾ കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ കണ്ട് ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ബാക്കിലെ വശമൊക്കെ സിസേഴ്സ് വെച്ചിട്ടാണ് തിരിച്ചെടുക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഒരു വട്ടം വീഡിയോ കണ്ടിട്ട് തയ്ക്കാനിരിക്കണം. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാനിവിടെ വേണ്ട സിസേഴ്സ് വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ല സൂക്ഷ്മമായിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കീറിപ്പോയി കഴിഞ്ഞാൽ, കത്രികയൊക്കെ ആകുമ്പോൾ ഷാർപ്പാണല്ലോ, കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആദ്യത്തൊട്ടേ ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടെ ഈ അരികിൽ കൂടി ഒന്ന് പതിച്ചടിക്കാം. ഞാനിവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ട് വശവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഈ രണ്ട് വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് വശം ചെയ്തില്ലേ, അതിങ്ങനെ കമത്തി വെക്കണം. അതായത് ഈ തുണികളുടെ നല്ല വശവും ഒരുമിച്ച് വെക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഷോൾഡർ രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡും ഷേപ്പും കൂടെ ചെയ്തെടുക്കാം. ഞാൻ ദാണ്ടെ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, സൈഡും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ജസ്റ്റ് നമ്മുടെ ആ ഡ്രസ്സിൻ്റെ രൂപമായിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുള്ളേ. ഇനി നമുക്ക് 1.5 ഇഞ്ചല്ലേ നമ്മൾ ഷേപ്പ് എക്സ്ട്രാ എടുത്തത്, ആ 1.5 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച്, കാരണം നമ്മുടെ ബോഡിയുടെ അളവ് 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ലൂസായിട്ടത്. അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടിടത്തുനിന്നും. എന്നിട്ടൊരു ഷേപ്പ് അടിക്കാം. ഞാൻ പിന്നെയും പറയുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ വരുന്നത്. കഴിഞ്ഞ വീഡിയോസിന് എനിക്കൊരു 10-40 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇട്ടത്. കാരണം എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് വിചാരിക്കുന്നു. കാരണം അതിനകത്ത് കുറച്ച് കമൻസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കൈ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, അത് ഞാൻ ജസ്റ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുത്തിട്ട് ഈ കൈ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് വശം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ, അവിടെ ഈ നടുക്ക് വശം വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതാകുമ്പോൾ കൃത്യമായിട്ട് ഒരു ശകലം പോലെ അളവ് കുറയാതെ കൃത്യമായിട്ട് കിട്ടും. ഞാനിവിടെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് പയ്യെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് ഷേപ്പിലൊക്കെ അടിപൊളിയായിട്ട് കിട്ടും ഡ്രസ്സൊക്കെ. ഞാൻ രണ്ട് സ്ലീവും ഇവിടെ ജോയിൻ ചെയ്ത് എടുക്കുവാണേ. ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ, കുഞ്ഞിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ബാക്ക് വശം മാത്രം വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് വശം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതേ കുഞ്ഞ് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് മാർക്ക് ചെയ്തല്ലോ, ആ ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം. ഇച്ചിരി പാടാണെങ്കിലും എനിക്ക് നല്ല പാടായി വീഡിയോസൊക്കെ എടുക്കാം. കാരണം എൻ്റെ നല്ല ട്രൈപോഡൊന്നും ഇല്ല. ഞാൻ എന്തായാലും ഇതിനായിട്ട് ഇനി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഇങ്ങനെ വിചാരിക്കുവാണ് ഇപ്പോഴേ. എന്തായാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും വീഡിയോസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ ഞാൻ വീഡിയോസ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെറുതെ പാടുപെട്ടിട്ട് കാര്യമില്ലല്ലോ. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തെന്ന് അറിയിക്കണേ. അങ്ങനെ ഞാനിവിടെ ജസ്റ്റ് 1/2 ഇഞ്ച് വിട്ടിട്ട് 2-3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ലൂസ് ആണെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ നമുക്ക് ലൂസാക്കാമല്ലോ. എന്നിട്ട് ഇത് ശ്രദ്ധിച്ചോണേ, നമ്മൾ രണ്ട് വശവും ഇങ്ങനെ തയ്ച്ചെടുത്തായിരുന്നല്ലോ ബാക്കിലത്തെ. അന്നേരം ഒരു വശത്ത് ഉക്കും ഒരു വശത്ത് കൊളുത്തിടേണ്ട സാധനമാണല്ലോ വരേണ്ടത്. അപ്പം ഞാൻ ഒരു വശം ഇങ്ങനെ മടക്കിയിട്ട് കൊളുത്തിരണ്ട ഭാഗമാണ് തയ്ക്കാൻ പോകുന്നത്. ഈ തയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, എനിക്കിത് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇങ്ങനെ ഒരു കുഞ്ഞ് വി പോലെ തയ്ച്ചിട്ട് മുകളിൽ കൂടെ അങ്ങനെ തയ്ച്ചിട്ട്, അയ്യോ എങ്ങനെ പറഞ്ഞു തരുന്നേ,
പിന്നെ നേരെയാക്കണം. ഞാൻ 3 ഹുക്കാണ് കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഇങ്ങനെ വി പോലെ തയ്ച്ചെടുക്കാം. അവിടാണ് നമ്മൾ ഹുക്ക് കൊളുത്തിയിടാൻ പോകുന്നത്. ഇത് ഞാൻ ഈ വെള്ള വശം കാണുന്ന രീതി തയ്ച്ചതെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടിയല്ലേ, ഇതാണെങ്കിൽ അത്യാവശ്യം കൊണ്ട് കയറുന്ന ക്ലോത്താണ്. അപ്പം അതിന് കൊണ്ട് കയറാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ തയ്ച്ചത് കേട്ടോ. ഇത് കൊളുത്ത് വരുമ്പോൾ അറിയത്തുമില്ല ലൈനിങ്ങിൻ്റെ കളറൊന്നും. അങ്ങനെ ഞാൻ 3 ഹുക്ക് ഇടാനും വേണ്ടിയിട്ട് 3 ഹോൾസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ വി പോലെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇത് നല്ല സിമ്പിളാണ്, എന്നാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു വട്ടം ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണെങ്കിൽ രണ്ടാമത്തെ വട്ടം ചെയ്യുമ്പോൾ അത് നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് ഈ മുകൾ വശം ഉണ്ടല്ലോ, മുകൾ വശത്ത് ഇതുപോലെ കുഞ്ഞൊരു വി ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കുഞ്ഞ് വി, ഇതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, വി എന്ന് ഞാൻ പറയുന്നു എന്നേ ഉള്ളു. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രസ്സിന് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല. കുറച്ച് കോയിൻ ലേസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ലേസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിടക്കും. പട്ടുപാടൊക്കെ അല്ലേ, കോയിൻ ലേസ് നന്നായിട്ട് മാച്ചായി പോവുകയും ചെയ്യും. അപ്പം ഞാനാണെങ്കിൽ ഈ ലേസ് ബാക്കിൽ വെക്കുന്ന കോയിൻ ലേസ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതും വയറിൻ്റെ അടുത്ത് വെച്ചത് ഓൺലൈൻ വാങ്ങിച്ചതുമാണ്. അതിന് രണ്ടിനും 2 വ്യത്യാസവും ഉണ്ട് കേട്ടോ. പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് പൊട്ടിപ്പോകത്തില്ല, കടയിൽ നിന്ന് വാങ്ങിച്ചത് പൊട്ടിപ്പോവും. പക്ഷേ കുറച്ച് കിലുക്കമുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതിന്, നല്ല ചിലങ്കയുടെ ഒക്കെ കണക്കത്തൊരു കുഞ്ഞ് കിലുക്കമുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാ കണ്ടോ. പക്ഷേ ഇത് നൂലായതുകൊണ്ടേ എല്ലാം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന പോലെ തോന്നി. എല്ലാം ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കണം. അവസാനം ഞാൻ ഓരോ മണി ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് മണി ഇട്ട് കെട്ടിയാണ് കൊടുത്തത്. പക്ഷേ മീഷോയിൽ നിന്ന് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതാണ്, ഈ വയറ് കൊടുത്തിരിക്കുന്ന മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അത് പക്ഷേ അത്രയും തിക്നെസ്സും ഇല്ല, കുറച്ച് ഭംഗിക്കുറവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷിച്ച് നോക്കിയാലുണ്ട്. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് പൊട്ടിപ്പോകത്തില്ല. ഞാൻ ഇതിനകത്ത് ഒരു സംഭവം മിസ്സാക്കി. ഇതിനകത്ത് ഹുക്ക് വെക്കുന്ന പോർഷൻ ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആ ഹുക്ക് കൊളുത്ത് വെച്ച സാധനം ഉണ്ടല്ലോ, അതിന് നേരെ നമ്മൾ ഹുക്കും കൂടെ കൊടുക്കണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാവാടയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇഷ്ടംപോലെ പേര് ഈ പാവാട തയ്ക്കുന്നത് എടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്